മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരളത്തിലെ പ്രധാനപ്പെട്ട ജിഹാദിയായിട്ടുള്ള അൻസാരി വീണ്ടും രംഗത്തെത്തിയിട്ട് ഹിന്ദു മതവിശ്വാസികളെ അപ്പാടെ അപമാനിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള അവൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ രണ്ട് ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ ഭാഗം തന്നെ ഒന്ന് കേട്ടു നോക്കൂ. ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ മുറിപ്പാള എന്നാണെന്ന് ചോദിച്ചാൽ 1992 ബാബരി മസ്ജിദിന്റെ ധ്വംസനമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ബാബരി മസ്ജിദ് അയോധ്യയിൽ ഒരു വിധി കൽപ്പിച്ചു. അതോടുകൂടി അതൊരു വിധി തീർപ്പായി എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ വഴിക്ക് പോവുകയാണ്. പക്ഷേ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ ഡിസംബർ 6 വരുമ്പോൾ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഇത്തവണ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനെ എന്നിൽ കൗതുകം ജനിപ്പിച്ചു. അത് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കേട്ടില്ലേ ശശികല ടീച്ചർ എന്താ പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ 6 ഇവൻ രംഗത്തെത്തി ചെയ്ത വീഡിയോയുടെ 1-2 ഭാഗങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവൻ എല്ലാ ഡിസംബർ 6 ബാബരി മസ്ജിദുമായിട്ട് രംഗത്തെത്തുന്നവരാ. ഇവന്റെ ഈ ഒരു വീഡിയോ കണ്ടാല് ആളുകള് ബോധമുള്ള ഒരു മലയാളിയും വിവേകമുള്ള ഒരു മലയാളിയും ഒരിക്കൽ പോലും തെറ്റിദ്ധരിക്കരുത്. ഇവൻ വലിയ മതേതരത്താണ് ഉയർത്തിപ്പിടിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിയൊക്കെ ഉണ്ടായത് കൊണ്ട് അതൊക്കെ ശരി. പക്ഷെ ശശികല ടീച്ചർ പോസ്റ്റ് ചെയ്തത് കൊണ്ട് മറുപടി പറയാൻ രംഗത്തെത്തിയതാണ് എന്നൊന്നും ഒരാള് പോലും തെറ്റിദ്ധരിക്കരുത്. കാരണം എന്താ, 2024 ഡിസംബർ 6 ഇവൻ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. 2023 ഡിസംബർ 6 ഇവൻ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ എല്ലാ ഡിസംബർ 6 പ്രശ്നമുണ്ടാക്കാൻ ഇവൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ 2024 ഡിസംബർ 6 ഇവൻ ചെയ്തൊരു പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇവന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഇത് കിടപ്പുണ്ട്. ഡിസംബർ 6 പ്രതീകാത്മക സാങ്കല്പിക കഥകൾക്ക് വേണ്ടി ചരിത്ര സത്യത്തെയും കൺകൊണ്ട് കണ്ട യാഥാർത്ഥ്യങ്ങളെയും തല്ലിക്കെടുത്തിയ ദിനം, ജനാധിപത്യ ധ്വംസനത്തിന്റെ ദിനം, മനുഷ്യ ന്യായാധിപർ നിസ്സഹായരായ മനുഷ്യ നിർമ്മിത ദൈവത്തിനായി വിധി പറഞ്ഞ ദിനം, എന്തിനേറെ മനുഷ്യന് മാത്രമല്ല നിർമ്മിത ദൈവങ്ങൾക്ക് വരെ കുടിയിരിക്കാൻ പള്ളിപ്പറമ്പാണ് ഉത്തമമെന്ന തിരിച്ചറിവിന്റെ ദിനം, അറിയുക അസത്യത്തിന് നിത്യത സാധ്യമല്ല എന്ന് 2024 ഡിസംബർ 6 ബാബരി മസ്ജിദിന് വേണ്ടി ഇവൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാ. ഇന്ന് കഴിഞ്ഞ ദിവസം ഇവൻ പറയുന്നത് ശശികല ടീച്ചർ പോസ്റ്റ് ചെയ്തത് കൊണ്ട് അതിന് മറുപടി പറയാണ്. പരമോന്നത കോടതി അത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് ഹിന്ദു മതത്തെയും ഇവൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും അപമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ 2024 പോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ? അതായത് തൻ്റേത് മാത്രമാണ് വിശ്വാസം, മറ്റുള്ളവരുടേതൊക്കെ ഒരു കഥയാണ് എന്ന രീതിയിൽ അപമാനിക്കുന്നില്ലേ? ഈ എഴുത്തിൽ കൃത്യമായിട്ട് സാങ്കല്പിക കഥകൾ എന്നാണ് ഹിന്ദു മതവിശ്വാസത്തെ ഇവൻ അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമാണോ? 2023 കാലത്തും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവൻ പോസ്റ്റ് ചെയ്ത് ഈ രംഗത്തെത്തിയിട്ടുണ്ട്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഞാൻ അതാണ് ഇവിടെ കൊടുക്കുന്നത്. അടിവേരിൽ നിന്നും ജ്വാലയായി ഉയരും ബാബരി. ഇവൻ പോസ്റ്റ് ചെയ്യുന്നതാ. സഹോദരങ്ങളെ, നിങ്ങൾ മറന്നു തുടങ്ങിയോ ബാബരി? ആരുടെയും ഓർമ്മക്കുറിപ്പുകൾ കണ്ടില്ല? അതോ എഴുതിയാൽ മതേതരത്വ സർട്ടിഫിക്കറ്റ് നഷ്ടമാകുമോ? അതോ മിഹ്റാബിൽ കയറിയ ഫാദറും ശാന്തിക്കാരനും എനിക്ക് ക്ഷണം സ്വീകരിക്കില്ലെന്നോ? എന്നാലേ ഇന്ന് പല സ്ഥലങ്ങളിലും ലഡു വിതരണമുണ്ട്. നിങ്ങൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സംഘപരിവാർ ധ്വംസകർ ഇത് ഓർക്കുന്നുണ്ട്. നിങ്ങൾ പള്ളിയെയും ഉമ്മത്തിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ഇവ രണ്ടിനെ കുറിച്ചും സംഘപരിവാർ ചർച്ച ചെയ്യുന്നുണ്ട്. ബാബരി നാം മറക്കരുത്. എന്ത് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാ? ഇവരൊക്കെ ഈ ബാബരി വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്തണോ? നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നപ്പുണ്ടാക്കണോ? പ്രശ്നമുണ്ടാക്കണം, കലാപമുണ്ടാക്കണം, സമാധാനം ഉണ്ടാവരുത്. ഇത് അൻസാരിയുടെ ലക്ഷ്യ. നമ്മൾ വെറുതെ അല്ല ഇവനെ ഒന്നും ജിഹാദി എന്ന് പറയുന്നത്. ഇവൻ ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ 6 വന്നിട്ട് പറയാ ശശികല ടീച്ചർ പോസ്റ്റ് ചെയ്തത് കൊണ്ടാ ഞാൻ ഇങ്ങനെ വന്നത്. സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ട്. എന്തേ 2024 23 കഴിഞ്ഞ കാലങ്ങളിലൊന്നും സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ഒരക്ഷരം പോലും ഈ അൻസാരി ഒരിടത്ത് പോലും പറയാതിരുന്നത്? സുപ്രീം കോടതി വിധിയുള്ള ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി വിധി കൽപ്പിച്ച് തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയത്തില് ഇവരൊക്കെ നിരന്തരം പ്രശ്നമുണ്ടാക്കാൻ രംഗത്തിറങ്ങുക. ഈ രാജ്യത്തെ പരമോന്നത കോടതിയെ ഈ രാജ്യത്തെ സകല പൗരരും അംഗീകരിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് ഈ രാജ്യത്തെ ഓരോ പൗരർക്കും. ഇതൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയാം.
ഇവൻ ആർക്ക് വേണ്ടിയാ ഈ ചാടി വീട് ഇത് കഥയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്? ഞാൻ അതിന്റെ ഒരു ഭാഗം കൂടി കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഇവരൊക്കെ എത്രത്തോളം നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണോ? ടീച്ചറെ, എല്ലാ വർഷവും എഴുതാറുണ്ട് അസത്യത്തിന്റെ മേലുള്ള സത്യത്തിന്റെ വിജയമെന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഭൂമിയായ അവിടുന്ന് ഉദയം കൊണ്ട അയോധ്യ ഭൂമി, ആ ഭൂമി ശ്രീരാമചന്ദ്ര ഭഗവാന് തന്നെ ഉടമപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണല്ലോ അസത്യത്തിന്റെ മേലുള്ള സത്യത്തിന്റെ വിജയം. ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ ആ വിജയത്തിന്റെ വെന്നിക്കൂടി പാർപ്പിക്കുന്നവരാണ്. ആ പ്രിയപ്പെട്ട ടീച്ചറോട് ചോദിക്കാണ്, ടീച്ചറെ എന്താണ് ഈ സത്യം എന്നുള്ളത്? ചരിത്രവും കഥയും ഒരുപോലെയാണ്. അങ്ങനെ ചോദ്യം അതാണ്, മനസ്സിലാക്കി ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. ചരിത്രവും കഥയും ഒരുപോലെയാണ്. ചരിത്ര പുരുഷന്മാരുണ്ട്, കഥാപുരുഷന്മാരുണ്ട്. ചരിത്ര പുരുഷനാണ് ബഹുമാനപ്പെട്ട അശോക ചക്രവർത്തി, BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു പോയ ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്തു വർഷം 570 ജനിച്ച ആളാണ്. അങ്ങനെ ചരിത്ര പുരുഷന്മാരെ എവിടെ ജനിച്ചു, എവിടെ ജീവിച്ചു, എവിടെ മരണപ്പെട്ടു എന്ന് കൃത്യമായ രേഖയുണ്ട്. എന്നാൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദ്യം ഉന്നയിച്ചാൽ എന്താണ് മറുപടി പറയാനുള്ളത്? അതാണല്ലോ നമ്മൾ ഈ അസത്യത്തിൽ. നിങ്ങൾ കേട്ടില്ലേ, ഹിന്ദു മതവിശ്വാസത്തെ, ശ്രീരാമ ഭഗവാനെ അങ്ങേയറ്റം അപമാനിക്കൽ. അതായത് തൻ്റെതൊക്കെ ഈ രേഖയൊക്കെ ഉണ്ട്, ചരിത്രമൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ മോശം എന്നല്ലേ ഈ നെറികെട്ടവന് വിളിച്ചു പറയുന്നത്? ഇത് ഹിന്ദു മതവിശ്വാസികളെ അപമാനിക്കല്ലേ? നമ്മുടെ രാജ്യത്ത് നിന്ന് ഹിന്ദു മതവിശ്വാസികളെ അപമാനിക്കുക, ഇതാണ് നമ്മൾ പറയുന്നത് നിരന്തരം. ഇവൻ ഒന്നാന്തരം ജിഹാദിയാണ് എന്നുള്ളത്. അല്ല, ഒന്നാന്തരം ജിഹാദി. ഇവൻ ആർക്ക് വേണ്ടിയാ ഈ കഥയും ചരിത്രം എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ബാബർ എന്ന് പറയുന്നൊരു നെറികെട്ടവൻ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടല്ലേ? ഈ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള, അവിടെ ജനിച്ചിട്ടുള്ള ബാബർക്ക് ഈ മണ്ണില് എന്ത് അവകാശം ഉണ്ടെന്നാ പറയുന്നത്? ആ ഉസ്ബെക്കിസ്ഥാനിൽ എങ്ങാനും ജനിച്ചിട്ടുള്ള ബാബർ കാറ്റടിച്ചിട്ടാണോ നമ്മുടെ മണ്ണിലേക്ക് എത്തിയത്? അല്ലല്ലോ. ഇവിടെ വന്ന് കൊള്ളയടിച്ച് കൊലയും കൊള്ളയും നടത്തി നമ്മുടെ മണ്ണ് പിടിച്ചെടുത്ത് ആധിപത്യം നേടി, ക്ഷേത്രത്തിന്റെ മുകളിൽ പോലും ആധിപത്യം നേടിയിട്ടല്ലേ ഇവിടെ ഇവൻ ഈ പറയുന്ന ബാബറി പറയുന്നതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? അതല്ലേ ചരിത്രം? അല്ലാതെ ബാബർ ഈ മണ്ണിൽ ജനിച്ചവനൊന്നും അല്ലല്ലോ. ഉസ്ബെക്കിസ്ഥാനിൽ ജനിച്ചിട്ടുള്ള ഒരുത്തരല്ലേ. അവൻ കാറ്റടിച്ചിട്ടല്ല ഇവിടെ എത്തിയത്, വെട്ടിപ്പിടിച്ച് കൊല നടത്തിയല്ലേ ഇവിടെ എത്തിയത്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് എന്താ ചെയ്തത്? ജിസിയ ഏർപ്പെടുത്തുക, അമുസ്ലിങ്ങൾക്കൊക്കെ തന്നെ ടാക്സ് അടിക്കണം, അങ്ങനത്തെ ഒരു നെറികെട്ടവനെയല്ലേ. ഈ ബാബറിനെയൊക്കെ ബോധവും വിവരവും വിവേകമുള്ള ആളുകൾക്ക് പൊക്കി പിടിക്കാൻ പറ്റുമോ? ഏതെങ്കിലും മതവിശ്വാസികൾക്ക് പൊക്കി പിടിക്കാൻ പറ്റുമോ? ബോധവും വിവേകമുള്ള ആളുകൾക്ക്? കൊലയും നടത്തിയിട്ട് ബാബറിന്റെ ചരിത്രത്തിൽ അത് വ്യക്ത. ഉസ്ബെക്കിസ്ഥാനിൽ ജനിച്ചിട്ടുള്ള ഒരു നെറികെട്ടവൻ ഇവിടെ വന്നത് കൊലയും നടത്തിയിട്ടാ വെട്ടിപ്പിടിച്ചെത്തിയിട്ടുള്ളത്. അവന് വേണ്ടിയിട്ട് ചരിത്രവും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ ഈ അൻസാരിക്ക് ഒരു ഉളുപ്പല്ലേ? അൻസാരിയുടെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഉണ്ട്, ഞാൻ അതും കൂടി ഒന്ന് ഇവിടെ കൊടുക്കാം. ഇവൻ എത്രത്തോളമാണ് നമ്മുടെ മണ്ണിൽ, നമ്മുടെ നാട്ടില് ഇവൻ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോ ആളുകളും തിരിച്ചറിയണം. 2024 ജനുവരി 22-ാം തീയതി അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങില് ഇതേ അൻസാരി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ഇന്ന് ഉച്ചക്ക് 12:20 ആ മഹാ സംഭവം, നമ്മുടെ മതേതര രാജ്യം മതരാജ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനം. ഇനി തലമുറകൾ പറയും പണ്ട് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമായിരുന്നു എന്ന്. അരുത് എന്ന വരി കൊണ്ട് ആരംഭിക്കുന്ന ഒരേ ഒരു കാവ്യശീൽ രാമായണമാണ്. ആ വാക്ക് അരുത് കാട്ടാള എന്ന ധർമ്മത്തിന്റെ മൊഴിയാണ്. അതേ രാമഭക്തരെ ആ രാമായണത്തിലെ ധർമ്മമൂല്യങ്ങൾ സ്വാധീനിച്ചില്ല എന്നത് രാമനേൽപ്പിക്കുന്ന മുറിപ്പാടാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ അന്നത്തെ ദിവസം ഇവിടെ ജനാധിപത്യത്തെ കുറിച്ചും ഇതൊരു മതേതര രാജ്യമല്ല എന്ന് പോലും വിളിച്ചു പറയുന്നു. ഇവൻ ഇങ്ങനെ ഭയപ്പെടുത്തുകയാണ്. ഇവൻ നിരന്തരം പൊതുസമൂഹത്തില് ഭയപ്പാട് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരുത്തനാ. ഇവൻ നല്ല ഒന്നാം തരം ഉള്ളിലെ ജിഹാദിയാണ്. തന്ത്രപരമായിട്ട് ഇവൻ ജിഹാദിസം ഒളിച്ചു കിടത്താണ് പല രീതിയിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി വിധി പറഞ്ഞ ഒരു വിഷയത്തില്
പ്രത്യേകം ഓർക്കണം, ഒരു മതവിഭാഗത്തിന് കൃത്യമായിട്ട് വീതം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു സ്ഥലം കൊടുത്തു, അവിടെ പള്ളി ഉണ്ടാക്കാനുള്ള സകല അനുമതി കൊടുത്തു. എന്നിട്ട് പോലും ഈ ഉത്തരവ് അംഗീകരിക്കാതെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ അന്ന് പോലും ഇവൻ ഭിന്നിപ്പിന്റെ സ്വരം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരുന്നവനാ. ഇവനൊക്കെ ചില ആളുകൾ പോയിട്ട് വലിയ മതേതരം പറയുന്നുണ്ട്, ഇവൻ നല്ല ഒന്നാം തരം ജിഹാദിയാ. ഒരു തർക്കമില്ലാത്ത വിഷയം അത്, ഒരു തർക്കമില്ലാത്ത വിഷയം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശശികല ടീച്ചർക്കുള്ള മറുപടിയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യുമ്പോ മറ്റു മതങ്ങളുടെ ഇതൊക്കെ കഥയാണ്, ഞങ്ങളുടേത് നല്ലതാണ് എന്ന് യഥാർത്ഥ മറ്റെല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മതവിശ്വാസിക്ക് ഏത് മതമായിക്കൊള്ളട്ടെ വിളിച്ചു പറയാൻ സാധിക്കും. മറ്റുള്ളതൊക്കെ മോശം, മറ്റുള്ളതൊക്കെ സാങ്കല്പികമാണ്, കഥയാണ് എന്ന് പറയുമ്പോൾ തൻ്റേത് മാത്രമാണ് ശരിയെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാടല്ലേ അൻസാരി വിളിച്ചു പറയുന്നത്. ശശികല ടീച്ചർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇനി അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നും പറഞ്ഞ ആരും ചാടി ചെയ്യണ്ട. ശശികല ടീച്ചർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിക്രമത്തിന്റെ ശ്മശാന ഭൂമിയിൽ നിന്നും അഭിമാനത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് രാഷ്ട്രവൈഭവത്തിന്റെ വീണ്ടെടുപ്പ്. അതായത് ശശികല ടീച്ചർ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ഈ അൻസാരിമാര് പറയുന്നത് കേട്ട് ഇവിടെ ഒരു പുതുതലമുറ വളർന്നു വരില്ലേ? ഓരോ ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അൻസാരിയൊക്കെ ഇവിടെ ഫുള്ള് പ്രശ്നമാണോ എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ബോധവും വിവരവും വിവേകമുള്ള ആളുകൾ വരണ്ടേ? ശശികല ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതി, പരമോന്നത കോടതി വിധി കൽപ്പിച്ചിട്ടുള്ള വിഷയത്തിലെ ശരിയെ മാത്രമാ അവര് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അവര് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധിയെയാണ്. എന്നാൽ അൻസാരി വിളിച്ചു പറയുന്നത് ഉള്ളിന്റെ ഉള്ളിലെ ജിഹാദിസമാണ്. ഒരു തർക്കമില്ലാത്ത വിഷയ. നമ്മുടെ പരമോന്നത കോടതി എന്തു പറയുന്നോ അത് അംഗീകരിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെ ഉത്തരവാദിത്ത. ശശികല ടീച്ചർ വരും തലമുറക്ക്, പുതുതലമുറക്ക് യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക. ഇവരൊക്കെ എല്ലാ വർഷവും രംഗത്തെത്തിയിട്ട് പച്ചക്കള്ളം വിളിച്ചു പറയാ. ഇതിനെതിരെ യാഥാർത്ഥ്യം പറയാനും ഇവിടെ ആളുകൾ വേണ്ടേ? ഓരോ മലയാളിയും ഇത് ചിന്തിച്ചു നോക്കുക. ഈ അൻസാരിയൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പാണ് നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.